വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇവിടെ അർപ്പിക്കുകയാണ്. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ മുമ്പ് ഇവിടെ വന്നപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സ്ത്രീകൾ പ്രധാനമായും നേതൃത്വം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തോടൊപ്പം തന്നെ സമരാവേശത്തെ ജ്വലിപ്പിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമരമാണ് പുന്നോൾ പെട്ടിപ്പാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരം ഒരിക്കലും തന്നെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട ഒരു സമരമല്ല എന്നാണ് ആമുഖമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ 90 ദിവസം പിന്നിട്ട 3 മാസം പിന്നിട്ട ഒരു സമരമെന്ന നിലക്ക് സമരത്തിൽ അണിചേർന്നിരിക്കുന്ന പോരാളികളും പ്രവർത്തകരും അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ, മനസ്സിലാക്കിയിരിക്കേണ്ട എന്നതിനുപരിയായി അവരുടെ മനസ്സിനെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ചില 2-3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമുക്കറിയാം, നമ്മുടെ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അധികാരിവർഗം, ഭരിക്കുന്ന ആളുകൾ ജനകീയമായ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും കേരളത്തിലെയോ കണ്ണൂരിലെയോ ഇന്ത്യയിലെയോ മാത്രം പ്രശ്നമല്ല, ലോകത്തിലെ പല ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അധികാരിവർഗങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സവിശേഷ സാഹചര്യത്തിലാണ് ലോകത്ത് നവസാമൂഹിക പ്രസ്ഥാനങ്ങളും സിവിൽ സൊസൈറ്റി സംഘങ്ങളും ഒക്കെ ഉടൽ വെക്കുകയും പ്രാദേശികമായി സംഘടിച്ചുകൊണ്ട് ജനകീയമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന തരത്തിലേക്ക് അവർ ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കപ്പെടുന്ന വിവിധ സമര പോരാട്ട ഭൂമിക നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യം കൂടുതൽ വ്യക്തമാകുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള സമരഭൂമികയാണ് നർമ്മദ എന്ന് പറയുന്നത്. നർമ്മദ നദിയുടെ താഴ്വരയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നാട്ടിലെ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഒക്കെ അടങ്ങുന്ന, ആദിവാസികളടങ്ങുന്ന, കർഷകരടങ്ങുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ സംഘടിക്കുകയും തുടർന്ന് അവിടെ നർമ്മദ ബച്ചാവ് ആന്തോളൻ എന്ന പേരിൽ 1989 എന്ന് പറയുന്നത് ഏതാണ്ട് 20 വർഷത്തിലധികം പിറകിലാണ്. 20 വർഷത്തിലധികം പിറകിൽ 1989 നർമ്മദ ബച്ചാവ് ആന്തോളൻ എന്ന ഒരു സംഘം മേധാ പട്കർ ദീദിയുടെയും അതേപോലെ തന്നെ ബാബ ആംബയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കുകയും ഇന്നും ആ സമരം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 20-ലധികം വർഷത്തിന്റെ കാലഘട്ടമെടുത്ത് നോക്കിയാൽ 20 വർഷവും 90 ദിവസവും നമുക്ക് താരതമ്യം ചെയ്യാൻ കൂടി പറ്റുകയില്ല. അതുകൊണ്ട് പുന്നോൾ മാലിന്യ വിരുദ്ധ സമരത്തിൽ അണിചേർന്നിരിക്കുന്ന ഓരോ പ്രവർത്തകനും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നീതി ലഭിക്കുന്നതുവരെ സമരഭൂമികയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം 90 വർഷമായാലും പിന്തുടരുക തന്നെ ചെയ്യുമെന്ന ശക്തമായ സന്ദേശം നമ്മുടെ ഓർമ്മിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് അതൊരുക്കമായി സൂചിപ്പിക്കുന്നത്. ഇതൊരു നർമ്മദ ബച്ചാവോ ആന്തോളന്റെ മാത്രം കാര്യമല്ല. ഒറീസയിൽ നടക്കുന്ന പോസ്കോ വിരുദ്ധ സമരം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കണം. പെട്ടിപ്പാലം സമരത്തെയും പോസ്കോ വിരുദ്ധ സമരത്തെയും നമ്മൾ താരതമ്യം ചെയ്താൽ, പോസ്കോ എന്ന പേരുള്ള കൊറിയയിലെ വൻകിട സ്റ്റീൽ കമ്പനിക്ക് വേണ്ടി ഒരുപാട് ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ നടക്കുന്ന സമരമാണ് പോസ്കോ വിരുദ്ധ സമരം. അവിടെ സമരപ്രവർത്തകർക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ട് സമരപ്രവർത്തകരെ വധിച്ച സംഭവം വരെ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതിനുമപ്പുറം മഹാരാഷ്ട്രയിലെ ജയ്താപൂരിൽ നടക്കുന്ന ആണവ വിരുദ്ധ സമരം, അവിടെ വരാൻ പോകുന്ന ന്യൂക്ലിയർ പ്ലാന്റിനെതിരെ അവിടുത്തെ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ധീരോദാത്തമായ സമരത്തിൽ അവിടെയും നമുക്കറിയാം, വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുകയുണ്ടായി, സമരപ്രവർത്തകർക്ക് നേരെ പോലീസ് നിറയൊഴിച്ചുകൊണ്ട് സമരപ്രവർത്തകർ രക്തസാക്ഷിയായ സംഭവങ്ങളുടെ ഉദാഹരണങ്ങൾ ജയ്താപൂർ ആണവ വിരുദ്ധ സമരത്തിന്റെ ചരിത്രത്താളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തമിഴ്നാട് കേരള അതിർത്തിക്കടുത്തുള്ള കൂടംകുളം ആണവ വിരുദ്ധ സമരത്തിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കണം. ഉദയകുമാർ എന്ന പേരുള്ള US-ലെ വാഷിംഗ്ടണിലെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷം അദ്ദേഹം ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയം സന്ദർശിച്ചു. അതിനുശേഷം കൂടംകുളം ആണവ വിരുദ്ധ സമിതിയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം ആ സമരത്തിന് നേതൃപരമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഉദയകുമാർ. കൂടംകുളം ആണവ വിരുദ്ധ സമരപ്പന്തലിന്റെ ചിത്രം നമ്മൾ പത്രത്താളുകളിലൂടെ കണ്ടിട്ടുണ്ടാകും.
മീറ്ററുകളോളം ദൂരത്തിൽ വിശാലമായ സമരപ്പന്തലുകൾ ഒരുക്കിക്കൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ യൂണിഫോം ഇട്ടുകൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് സമരപ്പന്തലിൽ ദിനേന എത്തിച്ചേരുകയും സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് അവർ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് കൂടംകുളം ആലുവ വിരുദ്ധ സമരപ്പന്തലിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അതേപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ അവിടെ എപ്രകാരമാണ് സമരത്തെ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 50% ആളുകൾ ദിവസവും ജോലിക്ക് പോവുകയും 50% ആളുകൾ സമരപ്പന്തലിൽ വന്നിരുന്നുകൊണ്ട് സമരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ നന്ദിഗ്രാമിലും സിംഗൂരിലും നടന്ന ടാറ്റയ്ക്കെതിരെ നടന്ന സമരം നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. അവിടെ സമരം നടത്തിയ കർഷകരെ ബലപ്രയോഗിച്ചുകൊണ്ട് അവിടെയുള്ള സമരപ്രവർത്തകർക്ക് നേരെ നിരോധിച്ചുകൊണ്ട് സമരത്തെ ഇല്ലാതാക്കുവാൻ ഗവൺമെന്റ് ശ്രമിക്കുകയുണ്ടായി. ഇങ്ങനെ കേരളത്തിൽ ഇതോടൊപ്പം ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട പ്രധാനപ്പെട്ട സമരമാണ് പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ നടക്കുന്ന കൊക്കക്കോള വിരുദ്ധ സമരം. ഈ 11 കൊക്കക്കോള വിരുദ്ധ സമരത്തിന്റെ 1000 ദിവസം പൂർത്തിയാകുന്ന അന്ന് പോസ്റ്റർ ഒട്ടിക്കുവാൻ കോളേജിൽ ഇറങ്ങിയ സംഭവം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. കൊക്കക്കോള എന്ന് പറയുന്ന ആഗോള ഭീമനെതിരെ അന്നാട്ടിലെ മൈലമ്മയെ പോലെയുള്ള വിളയോടി വേണുഗോപാലിനെ പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ നേതൃത്വം കൊടുത്ത ഐതിഹാസികരമായ കൊക്കക്കോള വിരുദ്ധ സമരം. ഇങ്ങനെയൊക്കെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിവിധ ജനകീയ സമരങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സമരങ്ങളിൽ നിന്നും തന്നെ മുഖ്യധാര എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ സാന്നിധ്യം നമുക്കൊരിക്കലും കാണുവാൻ സാധിക്കില്ല. ജോർജ് ഓർവെൽ എന്ന് പറയുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു നോവലിന്റെ പേരാണ് 1984 എന്നുള്ളത്. അതിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു വാക്പ്രയോഗമുണ്ട്, ബിഗ് ബ്രദർ ഈസ് ഓൾവേസ് വാച്ചിങ് യു. ബിഗ് ബ്രദർ വല്യേട്ടൻ നിങ്ങളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിഗ് ബ്രദർ അഥവാ വല്യേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഥയിലും അതേപോലെ നോവലിലും സിനിമയിലും നമുക്ക് കാണുവാൻ സാധിക്കും. വല്യേട്ടൻ എന്ന് പറഞ്ഞാൽ അത് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റാണ്. ഇവിടെ വല്യേട്ടൻ എന്ന് പറഞ്ഞാൽ പുന്നോടിലെ വല്യേട്ടൻ എന്ന് പറഞ്ഞാൽ അത് തലശ്ശേരി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആമിന മാളിയേക്കലിന്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റി ഭരണസംഘമാണ്. അതുകൊണ്ട് ആ ഭരണസംഘം പുന്നോൾ പെട്ടിപ്പാലം മാലിന്യ വിരുദ്ധ സമരപ്പന്തലിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഓരോ സമരപ്രവർത്തകനും ബോധ്യമുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജോർജ് ഓർവെൽ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. പുന്നോൾ പെട്ടിപ്പാലം സമരം